എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ലൂഫിയും നമ്മുടെ ഡാൻസറും അവർ രണ്ടുപേരും ചേർന്ന് കട്ടയ്ക്ക് നിന്ന് ആ ബ്ലൂ ഗോറീസുകളെ അവരെ തല്ലി തല്ലി അങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ആ നേവി സോൾജിയേഴ്സിന് ഇപ്പൊ പുറത്തുള്ളവരെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. ലൂഫി, ഡാൻസർ, നമ്പർ 3, ബഗ്ഗി, ഇത്രയും പേരാണ് മെയിൻ ആയിട്ട് പുറത്തുള്ളതെന്ന് അവർക്ക് മനസ്സിലാവും. ഇവിടെ ലൂഫിയും ഡാൻസറും അവർ രണ്ടുപേരും ഇപ്പൊ അവരെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചതിന് ശേഷം മുൻപോട്ട് കുതിച്ചു പായും. അവർക്ക് രണ്ടുപേർക്കും ലെവൽ 5ലേക്ക് പോകണം. ഉടനെ അവനാണെങ്കിൽ ലൂഫിക്ക് താഴേക്ക് പോകാനുള്ള ആ സ്റ്റെയർ കാണിച്ചു കൊടുക്കും. അപ്പൊ അവർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ജയിലിലുള്ള ഒരു പ്രിസണർ അവന്റെ കയ്യിലുള്ള സ്നെയിൽ വെച്ച് കേട്ടോണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ പ്രിൻസസ് ആണെങ്കിൽ അവളുടെ കാര്യം അതൊക്കെ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്ത് തിരികെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ മാനേജർ ആണെങ്കിൽ ഇപ്പൊ അവളുടെ കയ്യിലെ ആ ഹാൻഡ് കഫ് അത് റിലീസ് ചെയ്യും. അപ്പൊ പ്രിൻസസ് അവളൊന്നും അറിയാത്ത പോലെ ആ മാനേജറിനോട് ചോദിക്കും, ഏതോ ഒരു ഇൻക്ലൂഡർ ഇവിടേക്ക് കയറി പറ്റിയിട്ടുണ്ടല്ലേ, അതാരാ എന്താ എന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ? അതിന് അവള് പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ ടൈറ്റ് സെക്യൂരിറ്റിയാണ്, ആർക്കും ഇവിടേക്ക് വന്ന് ഒന്നും ചെയ്യാനാവില്ല എന്ന് പറഞ്ഞ് അവൾ പ്രിൻസസിനെ ഇപ്പൊ പറഞ്ഞയക്കാൻ ശ്രമിക്കും. പ്രിൻസസ് ആണെങ്കിൽ ഇപ്പൊ മുൻപോട്ട് നടന്നു പോകും. പക്ഷെ അവളുടെ ടെൻഷൻ ആ നഗലിനെ ഓർത്താണ്. അവൻ ഭയങ്കര പവർഫുൾ ആണ്, ഒരു പക്ഷേ അവനെ കൊണ്ട് ലൂഫിയെ കീഴ്പ്പെടുത്താനായേക്കും. അവളാണെങ്കിൽ ലൂഫിക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന് പ്രാർത്ഥിച്ച് മുൻപോട്ടേക്ക് നടക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ബ്ലൂ ഗോറീസിനെയും സാൾട്ടത്തിനെയും കാണിക്കും. അവരുടെ രണ്ടുപേരുടെ അടുത്തേക്ക് ലൂഫിയും ടീമും ഇത്രയും നേരം ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ഒരു സോൾജിയർ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ട് അവരാണെങ്കിൽ പുറത്തേക്ക് പോയ ആ പ്രിസണേഴ്സ് അവരെ തടയാനായിട്ട് അവരുടെ അടുത്തേക്ക് പോകും. വാർഡൻ ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കേട്ട് വീണ്ടും വീണ്ടും അവന്റെ ടെൻഷൻ കൂടി. ഗ്യാസ് പുറത്തേക്ക് റിലീസ് ചെയ്യാണ്. അത് കണ്ട് പേടിച്ച ഹാന്യവാൾ, മാസ്റ്റർ, ആക്ച്വലി ഇത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നിങ്ങൾ വേണം ഇപ്പൊ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനം എടുക്കാൻ. ഹാന്യവാൾ ആണെങ്കിൽ ഇപ്പൊ വീണ്ടും അവനെ ചീത്ത വിളിക്കാൻ തുടങ്ങും. ആക്ച്വലി നിങ്ങൾ വെറും ഒരു മണ്ടനാണ്, ഈ സംഭവമൊക്കെ ഉണ്ടാവുന്ന കറക്റ്റ് ടൈമിൽ നിങ്ങൾ പോയി ചെക്ക് ചെയ്യായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വഷളാവില്ലായിരുന്നു. ആടനാണെങ്കിൽ അതൊക്കെ കേട്ട ആളുടെ കൺട്രോൾ പോവും. അവൻ വീണ്ടും വീണ്ടും ഭയങ്കര ഫോഴ്സിൽ ഈ പോയിസൺ പുറത്തേക്ക് ഇജക്ട് ചെയ്യാണ്. അത് കണ്ട നമ്മുടെ ഹന്നബാൽ അവൻ വാർഡന്റെ കാലിൽ വീണ് കെഞ്ചും, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല, നമുക്കത് എങ്ങനെയെങ്കിലും പരിഹരിക്കാം, നിങ്ങൾ ദയവ് ചെയ്ത് ഈ സമയത്ത് ഇതുപോലെ പോയിസൺ പുറത്തേക്ക് തുപ്പരുത്. അപ്പോഴായിരിക്കും നമ്മൾ മുൻപ് കണ്ട ആ സാഡി പെണ്ണ് അവളിപ്പോ അവിടേക്ക് വരിക. അവള് പറയും, ഞാനും എന്റെ ആനിമൽസും യുദ്ധത്തിന് റെഡിയാണ്, നീ ഒരു വാക്ക് പറഞ്ഞ ഓൺ ദ സ്പോട്ട് നമുക്ക് അവിടേക്ക് പോയി അവരെ തകർക്കാം. അപ്പൊ ആ മൃഗങ്ങളെയെല്ലാം തന്നെ സൂം ചെയ്ത് കാണിക്കുകയാണ്. അവറ്റകൾ അങ്ങനെ ടെററായിട്ട് അറ്റാക്ക് ചെയ്യാൻ ചാടി നിൽക്കും. ഉടനെ അവരാണെങ്കിൽ ഇപ്പൊ ഭയങ്കര സീരിയസ് ആയിട്ട് ഡിസ്കഷൻ ആരംഭിക്കുകയാണ്. നമ്മുടെ ആൾക്കാരുള്ളത് ലെവൽ 3ലാണ്. അവിടെ ഒളിച്ചിരിക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. സോ അത്ര പെട്ടെന്നൊന്നും നമ്മുടെ ആൾക്കാരെ പോയിന്റ് ചെയ്യാൻ ഇവർക്ക് കഴിയില്ല. അങ്ങനെ അവർ കർണകടോൽക്കജമായി ചിന്തിച്ച് ആ വാർഡനാണെങ്കിൽ ലെവൽ 4 വെച്ചൊരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവരോടും നിർദ്ദേശിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ബഗ്ഗിയും നമ്പർ 3യും അവർ രണ്ടുപേരും ഒരുപാട് ദൂരം കൊടും ചൂടിൽ നടന്ന് തളർന്നിരിക്കുകയാണ്. അവർ ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുന്നത് പോലും കൊടും ചൂടുവായുവാണ്. അവർക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും നമ്പർ 1ലെത്തണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ. അപ്പോഴായിരിക്കും ബഗ്ഗി അവ മറ്റൊരു കാര്യം നോട്ട് ചെയ്യുക. അത്രയും നേരം ബഹളം ഉണ്ടായിരുന്ന ആ ഫ്ലോറിൽ ഇപ്പൊ ഒരു ശബ്ദവും ഇല്ല. അതിനർത്ഥം ഇവിടെ ആരുമില്ല. ഇവിടെ ശരിക്കും എന്താ സംഭവിക്കണേന്ന് പറഞ്ഞ് അവനിപ്പോ തലയൊക്കെ ചൊറിഞ്ഞ് കാര്യമായിട്ട് ആലോചിക്കും. മറ്റൊരു ഭാഗത്ത് ലൂഫിയും ആ ഡാൻസറും അവരിപ്പോ അടുത്ത ഫ്ലോറിലേക്ക് പോകാനുള്ള സ്റ്റെയറിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞു. അവർ ആ സ്റ്റെയറിന്റെ ക്ലോസ് എത്തുമ്പോഴായിരിക്കും ആ മോൺസ്റ്റർ അതിപ്പോ അവരുടെ നേർക്ക് വരുന്നതായിട്ട് കാണാം. അതങ്ങനെ എടുത്ത് ചാടി വന്ന് ലൂഫി ആഞ്ഞടിക്കും. ലൂഫി ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ടു മാറും. ഉടനെ ലൈറ്റ് ഒക്കെ റൈസപ്പായി അതിന്റെ യഥാർത്ഥ രൂപം അത് കാണിക്കുകയാണ്. ആ മോൺസ്റ്റർ ആനിമല് അതിപ്പോ അതിന്റെ കയ്യിലുള്ള സ്റ്റിക്ക് അങ്ങനെ കറക്കി എടുത്ത് ആ ഡാൻസറിനെ അറഞ്ചം പൊറഞ്ച അടിക്കും. അടികിട്ടി അവൻ തെറിച്ചു പോയി കഴിയുമ്പോ ഇപ്പൊ ലൂഫിയെ പിടിച്ചു വലിച്ച് അവനെയും ആഞ്ഞടിക്കും. ഡാൻസറിനാണെങ്കിൽ അതൊട്ട് സഹിക്കില്ല. അവൻ ചാടി വന്ന് ആ മോൺസ്റ്ററിനെ ചവിട്ടി തെറിപ്പിക്കും. ലൂഫി രക്ഷപ്പെടും. പക്ഷെ എന്താ, ആ ഡാൻസറിനെ ഇപ്പൊ മോൺസ്റ്റർ പിടിച്ചു വലിച്ച് ആഞ്ഞു നിലത്തടിക്കും. ലൂഫി അവന്റെ ഗിയർ അത് സെക്കൻഡിലേക്ക് ചേഞ്ച് ചെയ്ത് ആ മോൺസ്റ്ററിന്റെ വയറ്റില് ആഞ്ഞടിക്കും. ലൂഫിയും ഡാൻസറും അവർ രണ്ടുപേരും ഇപ്പൊ ഒരുപാട് നേരം അതുമായിട്ട് ഫൈറ്റ് ചെയ്ത് അതിനെ തോൽപ്പിക്കും. ലൂഫിക്കാണെങ്കിൽ തീരെ വയ്യ, മാത്രമല്ല നല്ല വിശപ്പും ദാഹവും. അതേസമയം നമ്മുടെ ഡാൻസർ അവനവന്റെ മേക്കപ്പ് ഒക്കെ പോയെന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. ലൂഫി ചോദിക്കും, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം, എനിക്കിപ്പോ അടുത്ത ലെവലിലേക്ക് പോണം,
അതിന് നമ്മുടെ ഡാൻസർ അവൻ ദൂരത്തായിട്ട് ഒരു ജനൽ ചൂണ്ടിക്കാണിക്കും. അതുവഴി സിമ്പിളായിട്ട് നമുക്ക് അടുത്ത ലെവലിലേക്ക് പോവാം. പക്ഷെ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം അതുവഴി കടക്കുമ്പോൾ. വേറൊരു കുഴപ്പവും നമുക്ക് സംഭവിക്കാനില്ല എന്ന് ഡാൻസർ പറയും. ലൂഫി ആണെങ്കിൽ അവൻ പറയുന്നത് ശ്രദ്ധിക്കാതെ കാഷ്വലായിട്ട് ആ ജനലിൽ കൈവെക്കും. ഉടനെ അവന്റെ കൈ അത് പൊള്ളിപ്പോവും. അത് കണ്ട് ഡാൻസർ ടെൻഷനാവും. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ വളരെ ശ്രദ്ധിച്ചു വേണമെന്ന്. അവിടെ ഭയങ്കര ചൂടാണ്, സോ ശ്രദ്ധിച്ചു വേണം അതിലൂടെ കടന്നു പോവാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും വളരെ കെയർഫുള്ളായി അതിന് മുകളിൽ കയറും. അതിനുശേഷം ലെവൽ 4ലേക്ക് നടക്കും. ലൂഫി പതിയെ താഴേക്ക് നോക്കുമ്പോൾ അവിടെ ഭയങ്കര ശക്തിയിൽ തീയൊക്കെ കത്തി എരിയാണ്. അവർക്കാണെങ്കിൽ ആ ചൂട് സഹിക്കാൻ പറ്റില്ല. ആ ഡാൻസർ ആണെങ്കിൽ ലെവൽ 4നെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ലൂഫിക്ക് പറഞ്ഞു കൊടുക്കും. നമ്മളിപ്പോൾ ഉള്ളത് ലെവൽ 3യിലാണ്. ലെവൽ 4ൽ മുഴുവൻ അയൺ പാർട്ടിക്കിൾസ് ആണ്. അവിടെ നല്ല രീതിയിൽ ഫയറും ചൂടും ഒക്കെ ഉണ്ട്. അവിടുത്തെ ചൂടും പുകയും അത് മുഴുവൻ പുറത്തേക്ക് കടന്നു പോകുന്നത് ലെവൽ 3യിലൂടെയാണ്. നമുക്ക് താഴേക്ക് പോവാൻ 3 വഴിയുണ്ട്. ഒന്ന് ആ സ്റ്റെയർ, മറ്റൊന്ന് ലിഫ്റ്റ്, മൂന്നാമത്തേത് ഇവിടുന്ന് കറക്റ്റായിട്ട് താഴേക്ക് ചാടണം. ചാടുന്നോണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരല്പം നമ്മുടെ ശ്രദ്ധ മാറിപ്പോയാ നമ്മൾ ചെന്ന് വീഴുന്നത് ആ കത്തി എരിയുന്ന അയൺ ലായനിയിലായിരിക്കും. പിന്നെ നമ്മുടെ പൊട്ടി പോലും ബാക്കി ഉണ്ടാവില്ല. ലൂഫിക്കാണെങ്കിൽ അവന്റെ ഹാർട്ട് ബീറ്റ് കൂടി വരികയാണ്. എങ്ങനെയെങ്കിലും താഴേക്ക് പോയേ പറ്റൂ. പക്ഷേ ഇവിടെ നിൽക്കുന്നതിനെ കഴിഞ്ഞ് ചൂട് കൂടുതലാണ് താഴെ. ലൂഫിയുടെ മുൻപിൽ ചാടുകയല്ലാതെ മറ്റൊരു ഓപ്ഷനും ഇല്ല. അവനിപ്പോ ചാടാൻ തയ്യാറാവും. അപ്പോഴായിരിക്കും മറ്റൊരു കാര്യം ലൂഫി ചിന്തിക്കുക. അവൻ അവന്റെ ബ്രദറിനെ രക്ഷിക്കാനാണ് ഇത്രയും വലിയ റിസ്ക് എടുക്കുന്നത്. പക്ഷേ നമ്മുടെ ഡാൻസർ ബോൺഗ്ലെ അവൻ എന്തിനാണ് ഇത്രയും വലിയ റിസ്ക് എടുത്ത് അവിടേക്ക് പോകുന്നത്? അങ്ങനെ ആരെയാണ് നിനക്ക് കാണേണ്ടതെന്ന് ഇപ്പൊ ലൂഫി ചോദിക്കും. അപ്പോഴായിരിക്കും അവൻ പറയാ, നമ്മുടെ സാഞ്ചി അവൻ പെട്ടുകിടക്കുന്ന ആ ഒരു ഐലാൻഡിലുള്ള ആ കിങ്ങിനെ കാണാനും അവനെ രക്ഷിക്കാനും വേണ്ടിയാണ് ഇപ്പൊ നമ്മുടെ ഡാൻസർ അവനും അവിടേക്ക് പോകുന്നത്. അവനത് പറയുന്ന കറക്റ്റ് സമയത്ത് ഇപ്പൊ ബഗ്ഗിയും നമ്പർ 3യും അവർ രണ്ടുപേരും പേടിച്ച് വിറച്ച് അവിടേക്ക് ഓടിയെത്തും. അവരുടെ തൊട്ടു പിന്നാലെ ആ സോൾജിയേഴ്സും. ഡാൻസർ ആണെങ്കിൽ അത് കാണേണ്ട താമസം അവരുടെ കൂടെ ഓടും. ലൂഫി ചോദിക്കും, ഓ നിങ്ങൾക്ക് എന്നെ വിട്ടുപിരിയാൻ പറ്റുന്നില്ലല്ലേ? ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാന്ന് പറഞ്ഞ് അവർ 4 പേരും ഇപ്പൊ ഒരുമിച്ച് ഓടും. അവരുടെ തൊട്ടു പിന്നാലെ ആണെങ്കിൽ കൊലവിളി നടത്തി ആ ഒരു മോൺസ്റ്റർ ആനിമൽ അത് ചാടി ഓടി വരും. ബഗ്ഗിക്കാണെങ്കിൽ ഒരടി പോലും ഓടാനായിട്ട് കഴിയില്ല. എന്തൊക്കെ വന്നാലും ഞാനിതിനെ തകർക്കുമെന്ന് പറഞ്ഞ് അവനിപ്പോ അതിനെ തകർക്കാനുള്ള ചില സൂത്രങ്ങളൊക്കെ ആലോചിക്കും. അവനാണെങ്കിൽ പെട്ടെന്നൊരു ബുദ്ധി വിളിച്ചുണ്ടാവും. അവൻ ലൂഫിക്ക് നേരെ ടേൺ ചെയ്ത്, ലൂഫി നിനക്ക് ആ ബഗ്ഗി ബോള് അത് ഓർമ്മയില്ലേ? ലൂഫി കുറച്ചു നേരം ആലോചിക്കും. എന്നിട്ട് സിമ്പിളായിട്ട് പറയും, എനിക്ക് ഓർമ്മയില്ല. ബഗ്ഗി ആണെങ്കിൽ അത് കേട്ട് മാനസികമായിട്ട് തകർന്നു പോവും. അതിന് 3 വാവ്, നിന്റെ പേരൊക്കെ വെച്ചിട്ടുള്ള വെപ്പനൊക്കെ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പവർഫുൾ ആയിരിക്കും അല്ലേ? അത് കേൾക്കുമ്പോൾ ബഗ്ഗിക്ക് കുറച്ച് സന്തോഷാവും. അവന്റെ എനർജിയൊക്കെ ഇപ്പൊ തിരികെ വരും. എന്റെ ബഗ്ഗി ബോൾ പവർ അത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ബഗ്ഗി അവന്റെ കാല് അത് ആനിമലിന് നേരെ നീട്ടുകയാണ്. ചെറിയൊരു ബോൾ പുറത്തേക്ക് സ്പീഡിൽ വന്ന് അത് വലിയൊരു ബോംബായി മാറി പൊട്ടി അങ്ങോട്ട് തെറിക്കും. ആ ബ്ലാസ്റ്റും ഫയറൊക്കെ കണ്ട് നമ്മുടെ ആൾക്കാരെല്ലാവരും ഷോക്കാവും. ആ ആനിമലിന്റെ കാര്യം അത് ഏകദേശം തീരുമാനമായി എന്നവർ പ്രതീക്ഷിക്കുമ്പോഴേക്കും ആ ഫയറിലൂടെ അത് മുൻപോട്ടേക്ക് ചാടി വരികയാണ്. അടുത്ത നിമിഷം നമ്മുടെ ഡാൻസർ ബോൺഗ്ലെ അവൻ ചാടി വന്ന് അതിനെ ആഞ്ഞു ചവിട്ടും. തൊട്ടു പിന്നാലെ ലൂഫി അവൻ നമ്പർ 3യുടെ കയ്യിൽ നിന്ന് കുറച്ച് വാക്സും കളക്ട് ചെയ്ത് അതിന്റെ മുഖത്ത് തന്നെ ആഞ്ഞൊരടി. ആ ഒരു അടിയിൽ പിന്നെ അതിന് അനക്കം ഉണ്ടാവില്ല. കട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ എയ്സിനെ കാണിക്കും. അവനാണെങ്കിൽ ആകെ ടയർഡായിട്ടിരിക്കുകയാണ്. അതേസമയം നേവി സോൾജിയേഴ്സ്, ഓഫീസേഴ്സ് അവരെല്ലാവരും 4th ലെവലിലേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കിയ എയ്സ് അവനാണെങ്കിൽ അവന്റെ ടെൻഷൻ കൂടും. ലൂഫി ദയവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരരുത്, നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോ എന്നവൻ ഒരുപാട് വിഷമത്തില് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.